നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 3ാം ഘട്ടത്തിലെ പുത്തൻ ദൃശ്യവിസ്മയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷം. 3ാം ഘട്ട മത്സരങ്ങൾ തുടരുകയാണ്. ആദ്യം വജ്രവ്യൂഹം. ഇന്നത്തെ വജ്രവ്യൂഹത്തിൽ പങ്കെടുക്കാനായിട്ട് ഏത് സ്കൂളിൽ നിന്നുള്ള ഏത് കുട്ടികളാണ് വരുന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഹെബ്ബാർജി. ചിന്മയ വിദ്യാലയ ചെങ്ങന്നൂരിൽ നിന്നും തേജസ്വിനിയും ജാനകിയും. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം തേജസ്വിനി ആൻഡ് ജാനകി. അപ്പോ തേജസ്വിനി, ജാനകി, ഈ പഠിത്തത്തിന്റെ ഇടയിൽ നമ്മുടെ ഈ ഒരു ക്വിസ് മത്സരത്തിനൊക്കെ പഠിക്കാനായിട്ട് സമയം കിട്ടിയോ? ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്കുമായിരുന്നു. ആണോ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോ 11th 9th. അപ്പൊ ഒരുമിച്ചിരുന്ന് പഠിക്കലൊന്നും ഉണ്ടായിണ്ടാവില്ല അല്ലെ? രണ്ടു മൂന്ന് പ്രാവശ്യം പറ്റി. ആണോ? ഓക്കെ. പകിടിട്ടിട്ടാണ് നമ്മൾ ഏതാണ് സബ്ജക്റ്റ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ സബ്ജക്റ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ 7 ചോദ്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുക. ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻസ് വീതം ഉണ്ടായിരിക്കും. 30 സെക്കൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ഉത്തരം പറയാൻ കിട്ടുന്ന സമയം. ശരിയായിട്ടുള്ള ഉത്തരമാണെങ്കിൽ 10 പോയിന്റ്സും തെറ്റായിട്ടുള്ള ഉത്തരമാണെങ്കിൽ തൽക്കാലം നെഗറ്റീവ് പോയിന്റ്സ് ഒന്നും ഇല്ല. എല്ലാം ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നേരെ പോയി പകിടിട്ടാലോ? വരും. ആരാണ് പകിടിടുന്നത്? ജാനകിയാണോ? ഓക്കെ. അറിയാലോ എന്താ പറയണ്ടേന്ന്? പകിട 12. പക്ഷെ ഇങ്ങനെ പകിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകിട പോലെ അനങ്ങൂല കേട്ടോ. നല്ല ആവേശത്തില്. ഓക്കെ, ഇട്ടോളൂ. പകിട 12. 6 ഇതും ഒരു വെറൈറ്റി പകിടിയായിരുന്നു. മറ്റേ ഇങ്ങനെ ശപിക്കണ പോലെ, മുനിമാര് ശപിക്കണ പോലെ 12. അപ്പൊ എന്തായാലും 6 വന്നിരിക്കുന്നേ. വാ, ഇനി 6 പിന്നിൽ എന്താണുള്ളത് എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. പാണ്ഡവ കൗരവ കുമാരന്മാരുടെ ആയുധാഭ്യാസം. നമുക്ക് നമ്മുടെ ക്വിസ് മാസ്റ്റർ വിളിക്കാം. ചേച്ചി. അങ്ങനെ നമ്മുടെ ക്വിസ് മാസ്റ്റർ ആഗതിയായിരിക്കാണ്. ഇരുന്നാലും അപ്പൊ എന്തായാലും രണ്ടുപേർക്ക് നന്നായിട്ട് ഉത്തരം പറയാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ചിന്മയ വിദ്യാലയ ചെങ്ങന്നൂർ അല്ലേ? അതെ. സ്വാമി ചിന്മയാൻജി എന്നെ സ്ഥാപിച്ച സ്കൂളാണത്. അദ്ദേഹം തന്നെയാണ് അത് സ്ഥാപിച്ചത്. ഏതായാലും ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ദ്രോണർക്ക് ആഗ്നേയാസ്ത്രം ഉപദേശിച്ചത് ആര്? ഓപ്ഷൻ എ അഗ്നിവേശ്യൻ, ബി കൃപർ, സി വ്യാസൻ, ഡി കൃകലൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. അഗ്നിവേശൻ തന്നെ പറഞ്ഞു. ഓപ്ഷൻ എ അഗ്നിവേശൻ. അഗ്നിവേശൻ ലോക്ക് ചെയ്യട്ടെ? സംശയമില്ലല്ലോ. ഇല്ല. എ അഗ്നിവേശൻ ലോക്ക് ചെയ്യൂ. ആഗ്നേയാസ്ത്രം അഗ്നിവേശൻ, അത് അഗ്നി എന്ന് കണ്ടോണ്ടാണോ അത് പറഞ്ഞത്? അല്ല. കൃപറല്ലേ? അല്ല. ഉറപ്പാണോ? നിങ്ങൾ രണ്ടുപേരും പേര് ഒരുമിച്ചായതുകൊണ്ട് പറഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയം. അല്ല. ഏതായാലും എ അഗ്നിവേശ്യൻ ശരിയാണോ തെറ്റാണോ? ശരിയായ ഉത്തരം. ആദ്യത്തെ ചോദ്യം കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്നു. ഏതായാലും കറക്കി കുത്തിയതാണോ? അല്ല. ഉറപ്പാണ്. യാതൊരു സംശയമില്ല. ഇല്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ദ്രോണാചാര്യർ കൗരവ രാജകുമാരന്മാരുടെ കിണറ്റിൽ വീണ പന്ത് ഏത് പുല്ലുകൊണ്ടാണ് എടുത്തത്? എ കുശപ്പുല്ല്, ബി ദർഭപുല്ല്, സി ഇഷീക പുല്ല്, ഡി കൗശീതക പുല്ല്. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ സി ഇഷീക പുല്ല്. ഇഷീക പുല്ല് ലോക്ക് ചെയ്യട്ടെ? സി ഇഷീക പുല്ല്. ഞാനിത് ഇഷീക പുല്ലൊന്നും കേട്ടിട്ടില്ല. ദർഭപുല്ല് കേട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ സാധാരണ ഈ വക നല്ല കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നത്. കുശപ്പുല്ലും അറിയാം. ഇത് കൗശീതക പുല്ലും ഇഷീക പുല്ലും ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഇതെങ്ങനെ ഉണ്ടാവുന്ന പോലും എനിക്കറിയില്ല. ദർഭപുല്ലല്ല, അതെനിക്ക് പോലും അറിയാം. അപ്പൊ കൗശീതക പുല്ലല്ല. അല്ല. 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 സംശയമില്ല. ഇല്ല.
യാതൊരു സംശയമില്ല. അപ്പൊ എന്നാ പിന്നെ അതല്ല, ഇഷിക പുല്ല് തന്നെയാണ്. സി ഇഷിക പുല്ല്, ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ്. ആ, ശരി. അതെ, അതന്നെ ഞാനും പറഞ്ഞു, ശരിയാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, 20 മാർക്ക്. മൂന്നാമത്തെ ചോദ്യം. ഭരദ്വാജ സുഹൃത്തായ രാജാവാര്? എ വൃഷധ്വജൻ, ബി വൃഷധൻ, സി വൃഷധൻ, ഡി ശാരദ്വതൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഉറപ്പാണ് എങ്കിൽ ഓക്കെ. ഓപ്ഷൻ ബി വൃഷധൻ. ബി വൃഷധൻ ലോക്ക് ചെയ്യട്ടെ? സംശയമില്ലല്ലോ, ആലോചിക്കണ്ടോ? ഇല്ല. ലോക്ക് ബി വൃഷധൻ. എന്തോ വൃഷധനും വൃഷധനും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ദ്രുപദന്റെ അച്ഛനാ വൃഷധൻ. അപ്പൊ ഭരദ്വാജ സുഹൃത്തായ ഭരദ്വാജ് സുഹൃത്തായ രാജാവാര്? വൃഷധന്റെ മകനാണ് ദ്രുപദൻ. അപ്പം ദ്രോണരും ദ്രുപദനും സുഹൃത്തുക്കൾ ആണല്ലോ ഫ്രണ്ട്സ്. പിന്നെ ഇങ്ങനെ ഭരദ്വാജന്റെ സുഹൃത്താവണേ? ആന്നു. ഏതായാലും ബി വൃഷധൻ ശരിയോ തെറ്റോ? ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് പേരിൽ കൺഫ്യൂഷൻ ഉണ്ടായി എന്നുള്ളത്. വൃഷധ്വജൻ അതായിരുന്നു ശരി, അല്ലാതെ വൃഷധൻ അല്ല. വൃഷധ്വജൻ ശരിയായ ഉത്തരം അല്ല, ബി വൃഷധന് തന്നെയാണ് ശരിയായ ഉത്തരം. ഏതായാലും മൂന്നാമത്തെ ചോദ്യം വിജയകരമായിട്ട് പറഞ്ഞിരിക്കുന്നു, 30 മാർക്ക് കിട്ടി. അല്ലേ തേജസ്വിനി IFS പഠിക്കണം എന്നല്ലേ പറഞ്ഞത്? അതെ. അല്ല, അത് നമ്മളെ സേവിക്കാനായിട്ടെന്ന് പറയുന്നു. അതെ, സമൂഹത്തിനെ സേവിക്കാൻ. അതെ. കുട്ടിക്കാലം മുതൽ എനിക്ക് ബുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അന്നേരം ഞാൻ വായിച്ച പല ബുക്കുകളിലും ഫോറിൻ ലാംഗ്വേജസിലുള്ള ഇന്ത്യക്കാരുടെ കൃതികളായിരുന്നു. അതിലൊക്കെ ഞാൻ കണ്ടപ്പം എനിക്ക് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവരൊക്കെ ഇത്രയധികം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഭാരതീയയായ എനിക്ക് അവരെ കൊണ്ട് പറ്റുന്ന അത്രയും സഹായം ചെയ്യണം. ഫോറിനിൽ താമസിക്കുന്നത്. അതെ, അതെ. അതുമാത്രമല്ല, പലതരം ആൾക്കാർ, അതായത് ഭാരതീയരായത് എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ വേറൊരു രാജ്യത്ത് താമസിക്കാനുള്ള അവരുടെ ആഗ്രഹത്തെ എതിർക്കാതെ അവിടെ നിന്ന് അവരെ സേവിക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനാണ് IFS എടുക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ അല്ലാത്ത ഭാരതീയരെ മറ്റു രാജ്യങ്ങളിൽ പോയി പാർക്കുന്ന അവരെ സേവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മോളുടെ ജാനകിയോ? ജാനകി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേരാ. ഏതായാലും ജാനകിക്ക് ടീച്ചർ ആവാനാണ് മോഹം. ടീച്ചറാണെങ്കിൽ ഏതാ സബ്ജക്ട്? അത് ഇന്നൊന്നുമില്ല, ഏതെങ്കിലും. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? മലയാളം. മലയാളം. മലയാളത്തിലെ ഗ്രാമർ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് കേട്ടിട്ടുണ്ടോ? ഇല്ല, വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ല, മോൾക്ക് എളുപ്പമാണ്. ആയിക്കോട്ടെ, ഏതായാലും നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം. തങ്ങളുടെ ഗൃഹത്തിലെത്തി ശാശ്വത ഭിക്ഷ സ്വീകരിക്കുവാൻ ദ്രോണരോട് പറഞ്ഞതാര്? എ ഭീഷ്മർ, ബി കൃപർ, സി യുധിഷ്ഠിരൻ, ഡി ദുര്യോധനൻ. Your timer starts now. ഓപ്ഷൻ ബി കൃപർ. ഉറപ്പാണോ? അതെ. ആലോചിക്കണോ? ഇല്ല. ഉറപ്പാണല്ലോ? സംശയമില്ലല്ലോ? ബി കൃപർ ലോക്ക് ചെയ്യൂ. സംശയം ഇല്ല എന്നാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത്. ഉറപ്പാണെന്നാണ് പറഞ്ഞത്. അല്ല, ഇതിലിപ്പോ യുധിഷ്ഠിരന്റെയും ദുര്യോധന്റെയും ഗുരുവാണ് ദ്രോണര്. അതിലാരെങ്കിലും ഒരാളാവാൻ വഴിയില്ലേ? സ്വന്തം ഗുരുവിന് തന്നെ ഭിക്ഷ കൊടുക്കാൻ ശിഷ്യന്മാരൊരുങ്ങൂ. അതുകൊണ്ടാണോ? അത് മാത്രമല്ല, ബ്രദറിലോ ആണ്. അവ ഭിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവര് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞപ്പോൾ കൃപരുടെ വീട്ടിൽ വന്ന് താമസിച്ചു കൊള്ളാൻ പറഞ്ഞത് കൃപരാണ്. ഏതായാലും നോക്കാം, ബി കൃപർ ശരിയോ തെറ്റോ? തെറ്റി. ഞാൻ പറഞ്ഞില്ലേ, സി യുധിഷ്ഠിരനാണ്. ഞാൻ ചോദിച്ചതാ യുധിഷ്ഠിരനോ ദുര്യോധനോ എന്ന്. ഏതായാലും നാലാമത്തെ ചോദ്യം നിങ്ങൾക്കൊരു ചെറിയ തെറ്റ്, ഒരു കൺഫ്യൂഷൻ ഉണ്ടായി അല്ലേ? സാരല്ല, അത് സാരല്ല, കുഴപ്പമൊന്നുമില്ല.
കാരണം ഇത് ഒരു വലിയ ഒരു ഗ്രന്ഥമാണ്, അതിൽ ഇങ്ങനത്തെ തെറ്റുകൾ പറ്റും. നത്തിങ് ടു വറി. ഇനിയിപ്പോൾ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സങ്കടപ്പെടണ്ട, കുഴപ്പമൊന്നുമില്ല. 5ാമത്തെ ചോദ്യം. ആയുധാഭ്യാസ പ്രദർശനം യുദ്ധരീതിയിലേക്ക് പരിണമിച്ച് ദുര്യോധനന്റെയും ഭീമന്റെയും ഗദായുദ്ധം നിയന്ത്രിക്കാൻ ദ്രോണർ നിയോഗിച്ചത് ആരെയാണ്? എ അർജുനൻ, ബി ഭീഷ്മർ, സി കൃപാചാര്യർ, ഡി അശ്വത്ഥാമാവ്. നിങ്ങളുടെ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഉറപ്പാണോ? കൃപാചാര്യർ ഉറപ്പാണ്. അന്ന് ഞാൻ വായിച്ചത് അശ്വത്ഥാമാവ്. ലോക്ക് ചെയ്തു. ഓപ്ഷൻ ഡി അശ്വത്ഥാമാവ്. ഓപ്ഷൻ ഡി അശ്വത്ഥാമാവ്. ലോക്ക് ചെയ്യട്ടെ? പ്ലീസ് ലോക്ക് ഡി അശ്വത്ഥാമാവ്. തേജസ്വിനി പറഞ്ഞ കൃപാചാര്യർന്ന്. അതിനല്ലേ കൂടുതൽ സാധ്യത. കാരണം ഏകദേശം ഒരേ ഇതിൽ നിൽക്കുന്നവര് അല്ല, അത് എന്റെ കുലകുരു സംശയമായിരുന്നു. പക്ഷെ പിന്നീട് ഉറപ്പായി. ആ അത് സംശയം തോന്നാൻ കാരണം ആയുധാഭ്യാസ പ്രകടനത്തിനിടെ കൃപാചാര്യരും ഈ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുസ്ഥാനീയനായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഭീഷ്മരുണ്ടായിരുന്നു. ഭീഷ്മരും ഉണ്ടായിരുന്നു. എങ്കിലും ആയുധാഭ്യാസം പ്രധാനമായിട്ടും രാജകുമാരന്മാർ ഇത്രയും നാള് അഭ്യസിച്ച വിദ്യകളായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അതെ. അതുകൊണ്ട് കൃപാചാര്യർ സംശയം വന്നു. പക്ഷെ പിന്നീട് മാറി, അശ്വത്ഥാമാവെന്ന് തോന്നി. അത് ജാനകി പറഞ്ഞുകൊണ്ട് മാറിയതാണോ? അല്ല, ആദ്യം അങ്ങനെ തോന്നിയെങ്കിലും പിന്നീട് ഞാൻ ആലോചിച്ചു. അതെ, കൃപാചാര്യരാണോ അശ്വത്ഥാമാവോ എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കാം. ഡി അശ്വത്ഥാമാവ് ശരിയോ തെറ്റോ? വീണ്ടും തെറ്റിയല്ലോ. 5ാമത്തെ ചോദ്യം തെറ്റായി. കൃപാചാര്യർ അല്ല, ഡി അശ്വത്ഥാമാവ്. ശരിയായ ഉത്തരമാണ് ഡി അശ്വത്ഥാമാവ്. കറക്റ്റായിട്ടുള്ള ഉത്തരമാണ്. നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 40 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ഇനി 2 മോൾ എന്തിനാ ഇത്ര ഡള്ളായ ജാനകി? ഒരു ക്വസ്റ്റ്യൻ വിഷമിക്കണ്ട. അല്ല, ജാനകി നന്നായി പാട്ട് പാടില്ലേ? അല്ലേ? പഠിക്കുന്നുണ്ടോ? എന്നാ പാടും. ഏതെങ്കിലും ഒരു പാടും. ഞാൻ സംസ്കൃതം റെസിറ്റേഷന് പോയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് പാടാം. ശരി. ഉണ്ണായി വാര്യർ എഴുതിയ ശ്രീരാമ പഞ്ചശതിയിലെ കുറച്ച്. ഓക്കെ. അധസവായുസുതാതിഭിരന്വിതഃ കപിയുവാപിയുവാമനുമാനയൻ വിധിവദസ്യ വിധായ പിതൃക്രിയാം നിജമനോജമനോരഥവാപ്തവാൻ അധിഗതഃ കപിരാജ്യമകണ്ഠകം ह्यसुसमासु समाहितधीरपि अशमयन्नयिते विरहज्वरं रसमये समयेऽपि स विव्यथे. നല്ല വോയിസ്, അടിപൊളി വോയിസ്. കർണാട്ടിക് മ്യൂസിക്കിന് പറ്റിയ ശബ്ദം. വളരെ നന്നായിരുന്നു. ഇപ്പൊ ഏതൊരു പഠിച്ചു പാട്ട്? കീർത്തനം. കീർത്തനമായി. ഏതാണ് ഇപ്പൊ പഠിച്ച കീർത്തനം? രാഗമാലിക. ആരുടെ കൃതിയാണ്? ദീക്ഷിതർ. ദീക്ഷിതരുടെ. ഓക്കെ. അപ്പൊ കുറച്ച് കാലമായി പഠിക്കാൻ തുടങ്ങി കീർത്തനത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ. 11 വർഷമായി. അസൽ വോയിസ്. ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്. കാരണം നല്ല ശബ്ദമുണ്ട്, അത് നന്നായിട്ട് വരണം കേട്ടോ. മോള് എന്തൊക്കെയാ ചെയ്യണേ? ഞാൻ കവിത എഴുതാറുണ്ട്. ചിന്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൂടുമ്പം അതെല്ലാം കവിതാ രൂപത്തിൽ എഴുതി. ഏതായാലും നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം. ആയുധാഭ്യാസ സമയത്ത് അർജുനനോട് ദ്വന്ദ്വയുദ്ധം ആവശ്യപ്പെട്ട കർണനെ ആ കൃത്യത്തിൽ നിന്നും വിലക്കുന്നത് ആരാണ്? എ ഭീഷ്മർ, ബി കൃപർ, സി ദ്രോണർ, ഡി അർജുനൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ദ്രോണർ. എനിക്ക് സംശയം.
അർജുനാണോ ദ്രോണരാണോ? അർജുനനല്ല. 20 സെക്കൻഡ് കഴിഞ്ഞു. അർജുനനോട് ദ്വന്ദ്വ 20 യുദ്ധം സെക്കൻഡ് കൂടെ ഉള്ളൂ. ആവശ്യപ്പെട്ട കർണനെ കൃത്യത്തിൽ നിന്ന് വിലക്കുന്നത് 15. കൃപരാണോ ദ്രോണരാണോ? ടൈമർ ആണോ? ടൈമർ ഉറപ്പാണ്. ഓപ്ഷൻ സി ദ്രോണർ. ലോക്ക് ചെയ്യട്ടെ? ആ. സി ദ്രോണർ ലോക്ക് ചെയ്യൂ. എനിക്ക് ടെൻഷൻ അടിച്ചു, ടൈം ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. സി ദ്രോണർ ഉറപ്പാണോ? ചെറിയൊരു സംശയമുണ്ട്. ആരായിട്ട്? കൃപരും ദ്രോണരും. കൃപരും ദ്രോണരും തമ്മിൽ അങ്ങനെ തോന്നാൻ കാരണം? കാരണം കൃപരുടെയും ദ്രോണറുടെ അടുത്ത് പാണ്ഡവന്മാരും കൗരവന്മാരും വിദ്യ അഭ്യസിച്ചിട്ടുണ്ട്. കൃപരുടെ അടുത്ത് ആദ്യം ചെന്നത്. പക്ഷെ കർണൻ വരുന്നത് ദ്രോണറുടെ അധ്യാപന നൈപുണ്യം കേട്ട് അറിഞ്ഞിട്ടാണ് കർണൻ അവിടെയൊക്കെ വിദ്യ അഭ്യസിക്കാനായിട്ട് വരുന്നത്. അങ്ങനെയാണ് ദ്രോണരെ ലോക്ക് ചെയ്തത്. കൃപ അവിടെ വന്നിട്ടേ ഇല്ല. 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 ആരുടെ ഉറപ്പില്ല ദ്രോണർ പറഞ്ഞത്? എൻ്റെ ഉറപ്പിൽ. ആ ഉറപ്പ് ശരിയാണോ തെറ്റാണോ നോക്കാം. സി ദ്രോണർ ശരിയോ തെറ്റോ? സി ദ്രോണർ തെറ്റായ ഉത്തരമായിരുന്നു. ദ്രോണരല്ല, കൃപരാണ് അതിൽ നിന്ന് മാറ്റിയത്. കൃപരാണ് ശരിയായ ഉത്തരം. കുലഗുരുവാണ് അതിൻ്റെ ആള്. ദ്രോണർ അഭ്യസിക്കുന്ന മറ്റേ ഗുരു മാത്രമായതുകൊണ്ട് മറ്റത് കുലഗുരും കൂടിയാണ്. അതാണ്. ഏതായാലും നമുക്ക് അവസാനത്തെ 6 എണ്ണം കഴിഞ്ഞു. 40 മാർക്കാണ്. നമുക്ക് അവസാനത്തെ ചോദ്യം, 7ാമത്തെ ചോദ്യം ആലോചിച്ച് നിദാനമായിട്ട് ആലോചിച്ച് പറയും കേട്ടോ. 7ാമത്തെ ചോദ്യം. ആയുധാഭ്യാസ പ്രദർശനത്തിൽ അർജുനനോട് ദ്വന്ദ്വയുദ്ധം ചെയ്യുന്നതിനുള്ള അനുമതിക്കായി കൃപർ കർണനോട് ആവശ്യപ്പെടുന്നത് എന്ത്? എ. മാതാപിതാക്കൾ, കുലം, ഗോത്രം ഇവ അറിയിക്കണം. ബി. ഗുരുദക്ഷിണ നൽകണം. സി. ഗുരുവിൻ്റെ അനുമതി വേണം. ഡി. രാജകുമാരൻ ആയിരിക്കണം. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഉറപ്പാണല്ലോ രാജകുമാരനായിരിക്കണം. അല്ലല്ലോ, സമന്മാർ തമ്മിൽ. ഓപ്ഷൻ എ മാതാപിതാക്കൾ, കുലം, ഗോത്രം ഇവ അറിയണം. ഉറപ്പാണ്? ലോക്ക് ചെയ്യട്ടെ? എ മാതാപിതാക്കൾ, കുലം, ഗോത്രം ഇവ അറിയിക്കണം. അല്ല, ഇതിപ്പോ ഒരു ദ്വന്ദ്വയുദ്ധമാവണ സമയത്ത് ഗുരുവിന്റെ അനുമതി വേണമെന്നല്ലേ? സമന്മാർ തമ്മില് യുദ്ധം പാടും. അങ്ങനെ ആവുമ്പോ രാജകുമാരനായിരിക്കണം എന്നാണല്ലോ. സമന്മാർ രാജകുമാരന്മാർ മാത്രല്ലല്ലോ, കുലവും ഗോത്രവും എല്ലാത്തിലും സമന്മാർ ആയിരിക്കണം. അതിൽ പക്ഷെ മാതാപിതാക്കൾ, കുലം, ഗോത്രം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, രാജകുമാരൻ എന്ന് പറഞ്ഞിട്ടില്ല. കുലഗോത്രം പറഞ്ഞില്ലെങ്കിലും രാജകുമാരനായാൽ മതിയോ? രാജകുമാരനായാൽ കുലം ഗോത്രം ഒന്നും ഇല്ലെങ്കിലും ഇതാകില്ലേ? ഇതിലേതാ? അങ്ങനെയാണെങ്കിൽ നിഷാദ രാജകുമാരന്റെ ഒരു ഉദാഹരണം ഉണ്ടല്ലോ. നിഷാദ രാജകുമാരൻ പക്ഷെ പ്രദർശന സമയത്ത് വരുന്നില്ല. ഇല്ല, അദ്ദേഹവും രാജകുമാരനായിരുന്നു. പക്ഷെ സമന്മാർ, കുലം, ഗോത്രവും ഒക്കെ അറിയാം. ഈ 2 എണ്ണം എയും ഡിയും തമ്മിലാണ് എനിക്ക് കൺഫ്യൂഷൻ. ഏതായാലും നമുക്ക് ശരിയാണോ തെറ്റാണോ നോക്കാം. എ മാതാപിതാക്കൾ, കുലം, ഗോത്രം ഇവ അറിയിക്കണം എന്ന് പറഞ്ഞത് ശരിയോ തെറ്റോ? ഏതായാലും ഗുരുവിൻ്റെ അനുമതി മാത്രം പോരാ, മാതാപിതാക്കൾ, കുലം, ഗോത്രം ഇവ എല്ലാം അറിയിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അതാണ് ശരി ഉത്തരം. എ ആണ് ശരിയായ ഉത്തരം. കറക്റ്റായിട്ട് പറഞ്ഞു. 7 ചോദ്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. എത്ര മാർക്ക് കിട്ടി? 50 മാർക്ക്. 2 ചോദ്യത്തിന് ഉത്തരം കുറച്ച് കൺഫ്യൂഷനായിരുന്നു. ദാറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇത് എല്ലാവർക്കും സംഭവിക്കും. കാരണം നമ്മൾ പഠിക്കുന്നത് ഈ നോവൽ പഠിക്കുന്ന പോലെ ഒരു ചെറിയ എൻലൈറ്റൻഡ് ബുക്കല്ല. ഇതൊരു ഗ്രന്ഥം. അതിൽ ഒന്നല്ല ലക്ഷക്കണക്കിനുള്ള കഥാപാത്രങ്ങൾ, ഒരുപാട് കഥാസന്ദർഭങ്ങൾ. ഇത്രയും ഉള്ളപ്പോൾ കൺഫ്യൂഷൻ വരാവുന്ന ആർക്കും, ഏത് വലിയ വിദ്വാനും വരും. നിങ്ങൾ വളരെ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു. കറക്റ്റായിട്ട് തന്നെ നിങ്ങളെല്ലാം ചെയ്തു. വെരി ഗുഡ്, നന്നായി. ഓക്കെ, നമുക്ക് വരദേനെ വിളിക്കാം. താങ്ക് യു ചേച്ചി. വരും. അപ്പോൾ ജാനകി ഇച്ചിരി വിഷമായി. സാരില്ല, ചേച്ചി പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം നമുക്ക് പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരാം അല്ലേ? അപ്പം എന്തായാലും നമുക്ക് ആചാര്യസഭയുടെ അടുത്ത് ചോദിക്കാം. സ്വാമിജി, ജാനകി ഒരു ആത്മവിശ്വാസത്തിലാണ് ആദ്യം തുടങ്ങിയത്. പക്ഷെ പഠിച്ചത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി മന്നം
ചെയ്ത് ഉറപ്പിക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് വിട്ടുപോയെന്ന് തോന്നും. അതിലെ സാരസത്വം ഉൾക്കൊണ്ടവരാണ് നിങ്ങൾ. നമ്മൾ ഏതിലെയും സാരം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിത വിജയമാണ് ഏറ്റവും വലിയ വിജയം. ജീവിത വിജയത്തിന് നമുക്ക് വേണ്ട ചില ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കർണൻ്റെ പരാജയം പലപ്പോഴും കർണന് എല്ലാ അറിവുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ വിനയമില്ലായ്മ, അഹങ്കാരം വളരെ കൂടുതലായിരുന്നു കർണന്. ഇവർ മത്സരക്കളി, ഇവർ പഠിച്ച കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ചടങ്ങാണത്. അല്ലാണ്ട് ദ്വന്ദ്വയുദ്ധത്തിന് വിളിക്കേണ്ട ചടങ്ങല്ലത്. അങ്ങനെ ഒരു ചടങ്ങേ അല്ലത്. കർണൻ അവിടെ വന്ന് നേരെ അർജുനോടുള്ള അസൂയയും മറ്റെന്തെല്ലാം പകയും എല്ലാമായിട്ടാണ് അവിടെ കർണൻ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് അർജുനെ കണ്ട ഉടനെ തന്നെ നീ കാണിച്ചൊക്കെ എനിക്ക് ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും, അതിനേക്കാളും നന്നായി കാണിക്കാൻ പറ്റും എന്നുള്ള ഒരു അഹങ്കാരത്തോടെ ഉള്ള ഒരു ധ്വനിയായിരുന്നു ആ ശബ്ദത്തിലുണ്ടായിരുന്നു. അപ്പോൾ വേണ്ട സ്ഥലത്ത് വേണ്ട പോലെ പെരുമാറാൻ കൂടി പഠിച്ചില്ലെങ്കിൽ നമുക്ക് എത്ര ഉണ്ടായിട്ടും പല കാര്യങ്ങളുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ജീവിത പരാജയം അവിടെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ട് സാരമില്ല. അടുത്ത വേറെ പങ്ക്തികൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിൽ കൂടുതൽ ആത്മവിശ്വാസത്തോട് നിങ്ങൾക്ക് അതിൽ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നന്ദി സ്വാമിജി. വിശ്വനാഥൻ സർ, പാണ്ഡവരുടെ ആയുധാഭ്യാസ രീതികളെക്കുറിച്ചുള്ള ഒരു വിഷയത്തിൽ ആ രണ്ട് കുട്ടികളും അവർ പഠിച്ച കാര്യങ്ങൾ വളരെയധികം പരസ്പരം ആലോചിച്ച് ചിന്തിച്ച് മറുപടി പറഞ്ഞാണ്. ഒരു പക്ഷെങ്കിൽ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം ഒരുപോലെ പറഞ്ഞോണമെന്നോ ഒന്നും ഈ ചോദ്യകർത്താക്കൾ ഉദ്ദേശിക്കുന്നേയില്ല. അങ്ങനെ ഉദ്ദേശമല്ല ചോദ്യം തയ്യാറാക്കുന്നതും ഇവിടെ അവതരിപ്പിക്കുന്നതും ഒന്നും അങ്ങനെ ഉദ്ദേശമല്ല. അതുകൊണ്ട് അതിലൊക്കെ പോരായ്മകൾ ഉണ്ടായേക്കാം, അതൊരു വിഷയമല്ല. പക്ഷേ പഠിച്ചത് നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ ആശങ്കയില്ലാതെ നല്ല ഭാഷയിൽ നല്ല ശബ്ദത്തിൽ നന്നായി അവതരിപ്പിച്ചു എന്നുള്ളത് നിങ്ങളെ വളരെയധികം അനുമോദിക്കുന്നു. പിന്നെ ഇന്നത്തെ ആയുധ അഭ്യാസം എന്നുള്ളത് വാസ്തവത്തിൽ ഭാരതീയരെ സംബന്ധിച്ച് ആയുധം ഉപയോഗിക്കുന്നത് പഠിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കുമായിരുന്നുള്ളൂ. ആയോധന വിദ്യ അതൊരു വിദ്യ തന്നെയാണ്. ധനുർവേദം എന്നൊരു വേദം, ഉപവേദം തന്നെ നമുക്കുണ്ട്. വേദത്തിൻ്റെ ഒരു ഭാഗമാണ്. അനേക തരത്തിലുള്ള ആയുധങ്ങൾ, അതെങ്ങനെ പ്രയോഗിക്കണം, എപ്പോൾ പ്രയോഗിക്കണം, എന്താണ് ലക്ഷ്യം, ഇതൊക്കെ അറിഞ്ഞു വേണം ആയുധം ഉപയോഗിക്കാൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആയോധന വിദ്യയുടെ പ്രകടനത്തിനും പഠിക്കാനുള്ളത് പാപം ചെയ്യാത്തവരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമല്ല, സ്വരക്ഷയും പരിരക്ഷയും മാത്രമാണ് ആയുധത്തിൻ്റെ ലക്ഷ്യമെന്നറിഞ്ഞ് ആയുധം പ്രയോഗിച്ചാൽ അത് അപകടകാരിയല്ല, ആവില്ല എന്ന് കുട്ടികൾ മുതൽ എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ആവാം ഈ ഒരു ഭാഗം മഹാഭാരതത്തിൽ ആവിഷ്കരിച്ച് അതൊരു പാഠമായി തീരട്ടെ. താങ്ക് യു സർ. അലക്സാണ്ടർ സർ. കുട്ടികൾ വളരെ ഭംഗിയായിട്ടാണ് പെർഫോം ചെയ്തത്. 2 എണ്ണം തെറ്റിപ്പോയി. ഞാൻ നിങ്ങളുടെ സ്ഥാനത്ത് അവിടെ ഇരുന്നാലും നിങ്ങളുടെ തെറ്റിച്ച് 2 തെറ്റ് എനിക്കും പറ്റിയതായിരുന്നു. കാര്യം നിങ്ങൾ പറഞ്ഞ ഉത്തരവാണ് ഞാനും മനസ്സിൽ ധരിച്ചത്. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ഈ ആയോധന വിദ്യയെപ്പറ്റി ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ തന്നെ ഇവിടെ ഇരിക്കുന്ന വിശാഖ നമ്പൂരി സാർ എഴുതിയ സനാതനധർമ്മ സുധയ്ക്കകത്ത് ഈ ശ്രീരാമൻ്റെയും പാണ്ഡവന്മാരുടെയും വിദ്യാഭ്യാസത്തെ പറ്റി ഒരു ചാപ്റ്ററുണ്ട്. അതൊന്ന് വായിച്ചാൽ ഭംഗിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ജോലി ചെയ്യുന്ന സാറന്മാരും പിള്ളേരും മനസ്സിലാക്കേണ്ട ചില തത്വങ്ങളുണ്ട്. അതിലൊന്നാമത്തെ തത്വം ഈ ദ്രോണർ എങ്ങനെയാണ് ഈ ഗുരുവായി വന്നതെന്നുള്ളതാണ്. ദ്രോണരും പാഞ്ചാലനും ഒരേ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പാഞ്ചാലൻ പറഞ്ഞു, ഞാൻ കുറച്ച് കാലം കഴിഞ്ഞ് രാജാവാവും, നീ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്നാച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ പാഞ്ചാലൻ രാജാവായിട്ട് ദ്രോണർ സഹായത്തിന് നിന്നപ്പം പാഞ്ചാലനൊരു വലിയ പ്രയോഗമാണ്. പണ്ഡിതോന ബന്ധു പാമര, പണ്ഡിതനും പാമരനും രാജാവ് പ്രജയ്ക്ക് ഒന്നും കൂട്ടുകാരനാവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പഴയ ഓൾഡ് സ്റ്റുഡൻറ്റിനെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടു. പക്ഷെ ദ്രോണർ ഇങ്ങനെ സങ്കടപ്പെട്ട് വരുമ്പോഴാണ് ഇവിടെ ചോദിച്ച ആദ്യത്തെ ചോദ്യം. കിണറ്റിൽ നിന്ന് ഇങ്ങനെ പുല്ല് വെച്ചിട്ട് ഈ പന്ത് കയ്യിലെടുത്ത് കൊടുത്തു. അതുകൊണ്ട് അർജുൻ ഓടി ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് ചെന്നു. ഇതേ ഇങ്ങനൊരാൾ വന്ന് ചെയ്തതെന്നു എന്ന് പറഞ്ഞു. ഭീഷ്മർ പറഞ്ഞു, ഇത് അറിയാവുന്ന 2 പേരേ ഉള്ളൂ, ഞാനും ദ്രോണരും, പരശുരാമൻ ഞങ്ങൾ 2 പേരെ പഠിപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ദ്രോണറെ വിളിച്ചവിടെ ഗുരു ആക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പളിൽ തന്നെ ഓൾഡ് സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരു തത്വം പഠിപ്പിക്കുകയാണ്. ഒരു വിദ്യാലയത്തിൽ നമ്മൾ പഠിച്ചാൽ അതിലൊരാൾ വലിയ ആളായെന്നിരിക്കും, ഒരാൾ താഴെ ആളായെന്നിരിക്കും. പക്ഷേ ഓൾഡ് സ്റ്റുഡൻസ് തമ്മിൽ യാതൊരു വ്യത്യാസവും പാടില്ല. അതാണ് ആ ഗുരുകുലത്തിൻ്റെ ഗുരുവിനെ അപ്പോയിൻറ്റ് ചെയ്ത പ്രിൻസിപ്പളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. രണ്ടാമതായി കുട്ടികൾ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമുണ്ട്. ഒരു കിളിയെ എടുത്തിട്ട് അമ്പയക്കാൻ പറഞ്ഞു. അപ്പം യുധിഷ്ഠിരൻ ലോകം മുഴുവൻ കണ്ട്, ഗോളങ്ങൾ കണ്ട്, മറ്റേയെല്ലാം കണ്ട്, അങ്ങനെ പലരോട് പല ചോദിച്ച ശേഷം അർജുനോട് നീ എന്ത് കാണുന്നു ചോദിച്ചു. അവൻ പറഞ്ഞു, ആ പക്ഷിയുടെ കണ്ണല്ലാതെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അർജുനൻ അമ്പയച്ചു, അവിടെ ഹിറ്റ് ചെയ്തു. പഠിക്കുന്ന കുട്ടികൾ അർജുൻ്റെ നീ പാഠം പഠിക്കണം. അതായത് നമ്മളൊരു ലക്ഷ്യം വെച്ചാൽ
വേറെ ഒന്നും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. ഓരോ ദൃശ്യം നമ്മളെ കാണുന്നത് ലക്ഷ്യം വെച്ച് പൊക്കണം, എങ്കിലേ കുട്ടികൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. ഇത് അർജുനനെ ദ്രോണർ പഠിപ്പിച്ച വലിയ പാഠത്തിൽ നമ്മൾ പഠിക്കാനുള്ളതാണ്. മൂന്നാമതായിട്ടുള്ള വലിയ പാഠം അരങ്ങേറ്റമാണ്. അരങ്ങേറ്റം നടത്തി കർണൻ അർജുനനേക്കാൾ വല്ലഭമായിട്ട് പെർഫോം ചെയ്യാണ്. അവസാനം ഇവിടെ ചോദിച്ച ചോദ്യമുണ്ട്, നിൻ്റെ കുലം ഏതാണ്, നിൻ്റെ അപ്പൻ ആരാന്ന് ചോദിച്ച്. അപ്പോൾ എന്തോ അതിരഥനെടുത്ത് വളർത്തിയ കുട്ടിയാണ്, റിയൽ അപ്പനെ അറിഞ്ഞൂടാ കർണന്. അവിടെ വെച്ച് അദ്ദേഹം ക്രസ്ഫോളനായ സമയത്താണ് ദുര്യോധനെ ഉപയോഗിച്ചിട്ട് വായിച്ചിട്ട് കർണനെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പബ്ലിക് എക്സാമിനേഷൻ കണ്ടുപിടിച്ച് ഇതിനു വേണ്ടിയാണ്. അപ്പൻ ആരാണ് അമ്മ ആരാന്ന് നോക്കി മാർക്കിടാൻ പാടില്ല. പബ്ലിക് എക്സാമിനേഷൻ ഏത് ജാതി ഏത് മതമാണ്, അപ്പൻ ആരാണ് അമ്മ ആരാന്ന് യാതൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഒരു സ്കൂളിൽ ചീഫ് ഗസ്റ്റായിട്ട് പോയി. ആ സ്കൂളിലെ ഫസ്റ്റ് റാങ്ക് കളക്ടറുടെ മോൻ, സെക്കൻഡ് റാങ്ക് SP മോൻ. കൊള്ളാമല്ലോ. അപ്പം മാർക്കിടുന്ന പരിപാടി മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ പാടില്ല. പബ്ലിക് എക്സാമിനേഷനകത്ത് നമ്മൾ അപ്പൻ ആരാണ് അമ്മയാണ് കുലം അറിയാൻ മാർക്ക് കൊടുക്കണം. അതാണ് വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് കൃത്യമായിട്ട്. നാലാമതായിട്ട് പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ആ പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദ്രോണാചാര്യർ പോയി ഏകലവ്യൻ്റെ വിരൽ മുറിച്ചൊരു പരിപാടിയുണ്ട് ഈ അയോധന വിദ്യയുടെ അവസാന ഭാഗത്ത്. അപ്പോൾ പലരും ഇവിടെ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി പറയും ഏകലവ്യൻ ഷെഡ്യൂൾ കാസ്റ്റ് ആയതുകൊണ്ടാണ് ദ്രോണർ പോയി വിരൽ മുറിച്ചത്. അങ്ങനെയൊന്നുമല്ല സത്യം. ജരാസന്ധൻ്റെ സേനാനായകനായ നിഷാദ രാജാവിൻ്റെ മകനായിരുന്നു ഏകലവ്യൻ. അദ്ദേഹം ഷെഡ്യൂൾ കാസ്റ്റ് ഒന്നുമല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ കള്ളക്കഥയാണ്. പക്ഷെ എന്തിനാണ് ഈ ദ്രോണർ ഏകലവ്യൻ്റെ വിരൽ മുറിച്ചത്? ദ്രോണാചാര്യയുടെ പട്ടികൾ വരികയായിരുന്നു. അപ്പോൾ ഏകലവ്യൻ അമ്പയച്ച് ശബ്ദം കേൾക്കുന്ന ഡയറക്ഷൻ വെച്ച് അമ്പയച്ചിട്ട് ഈ പട്ടിയുടെ വായ്ക്കകത്ത് അമ്പ് കയറ്റി കൊരുത്തു വെച്ചു. ഇത് പണ്ട് ദശരഥന് പറ്റിയ അമളിയാണ്. ശബ്ദം കേട്ടിട്ട് അമ്പയച്ചിട്ട് മുനികുമാരൻ മരിച്ചുപോയി. അപ്പം ലക്ഷ്യം കാണാതെ ആയുധം പ്രയോഗിക്കാൻ പാടില്ല. അതാണ് ഏകലവ്യൻ പ്രയോഗിച്ചത്. അതിനാണ് അയാളുടെ വിരൽ മുറിച്ചത്. സർക്കാർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അൺഎയ്ഡഡ് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററുടെ വിരൽ മുറിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? ദ്രോണാചാര്യ സർക്കാർ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ്, മറ്റേ അൺഎയ്ഡഡ് സ്കൂൾ നടത്താണ്, അവൻ്റെ വിരൽ മുറിക്കുകയാണ്. അപ്പം ശബ്ദശസ്ത്രം ചെയ്ത് ലക്ഷ്യം അറിയാതെ അമ്പയക്കരുത്. വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് ലക്ഷ്യം അറിയാതെ അമ്പ് ചെയ്യരുത്. അതാണ് ആ പാഠത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. അഞ്ചാമത്തെ പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു വൃക്ഷത്തിൻ്റെ എല്ലാ ഇലയും ഒരേ അമ്പ് പിരിഞ്ഞു പോയി കൊള്ളുന്ന ഒരു മന്ത്രം പഠിപ്പിക്കുകയാണ്. അർജുനെ പഠിപ്പിച്ചു, പക്ഷേ സ്വന്തം മോൻ അശ്വത്ഥാമാവനെ പഠിപ്പിച്ചില്ല. അപ്പോൾ ദ്രോണർ ചോദിച്ചു ഇതെന്താ കാര്യം എന്ന് ചോദിച്ചു. അതേ, ഓരോ കുട്ടിക്കും ഓരോ സ്വഭാവമുണ്ട്. മഹാരഥനാവാൻ 10,000 പേർക്ക് അമ്പയക്കാൻ ഈ അർജുനനെ പറ്റും. പക്ഷേ എൻ്റെ മോനെ പഠിപ്പിച്ചാണ്ടല്ലോ, അവൻ്റെ സ്വഭാവം അത്ര ശരിയല്ല, അവൻ എവിടെ ഇട്ട് പ്രയോഗിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവസാനം അശ്വത്ഥാമാവ് പാണ്ഡവരുടെ അവസാന ഉത്തരയുടെ ഗർഭത്തിലോട്ട് അമ്പയക്കുന്നത്. ഈ കുട്ടിയുടെ സ്വഭാവം അറിഞ്ഞാണ് അവനെ പഠിപ്പിക്കാൻ. അവന് നന്മയുള്ള കുട്ടിക്ക് പഠിപ്പിക്കേണ്ട ചില കാര്യമുണ്ട്, കുഴപ്പം പിടിച്ച കുട്ടിക്ക് പഠിപ്പിക്കേണ്ട ചില കാര്യമുണ്ട്. ഇത് ദ്രോണർ സ്വന്തം മകനായിട്ട് പോലും അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ കാണിക്കുകയാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരെണ്ണോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതെന്താണെന്ന് ചോദിച്ചാലേ, ഈ പഠനമൊക്കെ കഴിഞ്ഞ് ഗുരുദക്ഷിണ വേണം. ഈ ദ്രോണർ ചോദിച്ച ഗുരുദക്ഷിണ എന്നറിയോ? അയാളുടെ പഴയ ദേഷ്യമുള്ള പാഞ്ചാലിനെ പിടിച്ചു കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. ദുര്യോധനൻ പോയിട്ട് പറ്റിയില്ല, അർജുനൻ പോയിട്ട് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് പാഞ്ചാലനെ. അതായത് ഒരു സാറൊരു കുട്ടിയെ പഠിപ്പിച്ചാൽ പ്രതിഫലം ചോദിക്കേണ്ടത് അയാൾക്ക് വല്ല വൈരാഗ്യം ഉണ്ട്, അവർ ചെവികൾ അടിച്ചിട്ട് വാടാന്ന് പറഞ്ഞ് സാറ് ശിഷ്യനോട് പറയാൻ പാടില്ല. ഇതാണ് ദ്രോണർ ചെയ്ത പരിപാടി. അതിൽ നമുക്ക് നല്ല ഗുണമുണ്ടായി. പാഞ്ചാലൻ പോയി തപസ്സിരുന്നു, അർജുനൻ്റെ ഭാര്യയാവാൻ പാഞ്ചാലി ജനിച്ചു. ദ്രോണരെ കൊല്ലാനൊരു കുട്ടി ദൃഷ്ടദ്യുമ്നൻ ജനിച്ചു. ഇതിനകത്തു നിന്നാണ് വരുന്നത്. പിന്നെ ഭീഷ്മനെ വീഴിക്കാൻ ശിഖണ്ഡി ഉണ്ടായത് വേറെ കാര്യമെങ്കിലും ഒരു ഗുരു ശിഷ്യനോട് ചോദിക്കാൻ പറ്റാത്ത കാര്യം ഈ അയോധന വിദ്യയിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണ്. ഗുരു ഒരിക്കലും അയാളുടെ പ്രൈവറ്റ് വൈരാഗ്യം തീർക്കാനൊരു ശിഷ്യനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ അരങ്ങേറ്റത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാൻ ഒരു 5 ഇത് പറഞ്ഞാണ്. ഇപ്പോഴത്തെ യുവാക്കന്മാർ പഠിക്കേണ്ട 5 പാഠം. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു സർ. ഹെബ്ബാർജി, ഏതായാലും രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ആലോചിക്കുന്നുണ്ടാവും. അവർ ക്യാപ്സ്യൂൾ രീതിയിലും അല്ലെങ്കിൽ ചെറിയ കോമിക് ബുക്ക് രീതിയിലും വായിച്ച കഥകളിൽ ഇത്രയും മെസ്സേജസ് അടങ്ങിയിരുന്നോ? ഒരു ആയോധന കലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് അവർ പോലും അന്തം വിട്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനോ ഇൻ്റർവ്യൂവിനൊക്കെ പോയി ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾ ഇവിടുന്ന് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഗ്യാതറിങ്ങും നോളജ് ഗ്യാതറിങ്ങുമാണ്. മോളുടെയും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരുന്നു. കവിത എഴുതുമെന്ന് പറഞ്ഞു, വേൾഡ് ഹിസ്റ്ററിയെക്കുറിച്ച് ഭയങ്കരമായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്. നമ്മൾ മനസ്സ് ചുരുങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്തേക്ക് ഒതുങ്ങി നിൽക്കാതെ ലോകം മുഴുവൻ എൻ്റെയാണ്, അതിനെക്കുറിച്ച് എല്ലാം അറിയാനുള്ള താല്പര്യമുണ്ട്. നമ്മളെല്ലാവരും ഒന്ന് തന്നെയല്ല. അൾട്ടിമേറ്റ്ലി നോക്കുമ്പോൾ കളർ വ്യത്യാസം ഉണ്ടെങ്കിലും, കണ്ണിൻ്റെ പ്യൂപ്പിൾസിൻ്റെ കളർ വ്യത്യാസം ഉണ്ടെങ്കിലും, ഭാഷകൾ വ്യത്യാസം ഉണ്ടെങ്കിലും,
മനുഷ്യൻ തന്നെയാണ്. വി ആർ ജസ്റ്റ് വൺ പീപ്പിൾ എന്ന് മനസ്സിലാക്കിയ ഒരു വലിയ മനസ്സാണ് ഞാൻ അവിടെ കാണുന്നത്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇത് ഭംഗി വാക്കിന് പറയുന്നല്ല കേട്ടോ, ഡു ഇറ്റ്. ഇഫ് യു എയിം ഫോർ ഇറ്റ്, യു ആർ ഗോയിങ് ടു ഡു ഇറ്റ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഹെബ്ബാർജി. അപ്പോൾ നല്ല കമൻസ് ഒക്കെ കിട്ടി. എന്തായാലും ഇവരുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവും. ഇതെല്ലാം ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തൊട്ട് പറയുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനകളൊക്കെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു റൗണ്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വജ്രവ്യൂഹം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പോകാം മകരവ്യൂഹത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ ഈ വേദിയിൽ മകരവ്യൂഹത്തിൽ പങ്കെടുക്കാനായിട്ട് ആരാണെത്തുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം. ഹെബ്ബാർജി. ശബരിഗിരി സ്കൂൾ, പുനലൂർ. അങ്ങനെ ഇന്ന് പെർഫോം ചെയ്യാനുള്ള കലാകാരികൾ എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു. പേരൊന്ന് പറഞ്ഞേ. ശ്രീനന്ദ. എത്രാം ക്ലാസ്സിലാ? 9th. ഓക്കെ, അടുത്ത ആള്? ദേവനന്ദ 9th. അനന്യേസ് നായർ 8th. അഷ്ടപതി 7th. ജാനിയ. എന്തായാലും ഇന്നത്തെ വിഷയം എന്താണ്? വാവർ അയ്യപ്പ സുഹൃത്തായ സന്ദർഭം. അപ്പൊ നമ്മൾ തകർക്കുമല്ലേ? ഓൾ ദി ബെസ്റ്റ്. കാര്യവിചാര സഭയിലേക്ക് മഹാരാജാവ് എത്തുന്നത് വരെയും നമ്മുടെ സംഭ്രമം വിട്ടുമാറുകയില്ല. ശാന്തിയും സമാധാനവും നിറഞ്ഞ ഈ ദേശത്തും അശാന്തിയുടെ കാർമേഘങ്ങൾ വ്യാപിക്കുകയാണോ? സജീവോത്തമ, ഒരു സുപ്രധാന കാര്യം അറിയിക്കുവാനുണ്ട്. മണികണ്ഠകുമാരന്റെ ജനപ്രീതി നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. എന്റെ മകന് രാജ്യാധികാരം അപ്രാപ്യമാകുമോ? മഹാറാണി വിജയിക്കട്ടെ. അങ്ങയുടെ ആകുലത നമുക്ക് മനസ്സിലാകും. അമ്മ മഹാറാണിക്കും മഹാരാജാവ് തിരുമനസിനും മണികണ്ഠകുമാരിലുള്ള വിശ്വാസം ഉത്തരോത്തരം വർദ്ധിച്ചു വരികയാണ്. മഹാറാണി വിഷമിക്കേണ്ട. ഒരു പോംവഴി മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട്. പോംവഴി എന്തു തന്നെയായാലും മണികണ്ഠകുമാരനെ രാജസന്നിധിയിൽ നിന്ന് അകറ്റുക എന്നത് മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ. കടൽ കടന്നെത്തി പാണ്ഡ്യ നാട്ടിലെ മറവപ്പടെ പോരിൽ തോൽപ്പിച്ച ഒരു പോരാളി നമ്മുടെ ദേശാതിർത്തിയിലും എത്തിയിരിക്കുന്നു. കൂടിയാലോചനയ്ക്ക് വേണ്ടി മഹാരാജാവ് നമ്മോട് വരാൻ കൽപ്പിച്ചതാണ്. അദ്ദേഹവും മണികണ്ഠകുമാരനും എഴുന്നള്ളാൻ സമയമായി. മണികണ്ഠനെ എങ്ങനെയും ആ പരദേശ യോദ്ധാവുമായി പോരിനയക്കണം. മാതാശ്രീ പ്രണാമം. സജീവോത്തമ പ്രണാമം. മണികണ്ഠകുമാരൻ വിജയിക്കട്ടെ. മഹാരാജാവ് നീണാൽ വാഴട്ടെ. തീരദേശത്ത് തമ്പടിച്ച അക്രമകാരികളായ വാർത്തിക സംഘത്തെ പറ്റി അടിയൻ മഹാറാണിയെ ബോധിപ്പിക്കുകയായിരുന്നു. തീരദേശങ്ങളായ പുത്തയെടുത്തും ഇല്ലയെടുത്തും അവർ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കച്ചവടത്തിന് നമുക്ക് ചുങ്കം തരികയില്ലെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, കൊള്ളയ്ക്കും അവർ കോപ്പ് കൂട്ടുന്നു എന്നറിയാൻ കഴിഞ്ഞു. നാട്ടുരാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അയച്ച നമ്മുടെ ചെറു സംഘത്തെയും അവർ പരാജയപ്പെടുത്തി തമ്പുരാൻ. എന്താണ് അയാളുടെ പേര്? എന്താണ് അയാളുടെ വാണിജ്യം? അയാൾ വാണിജ്യത്തിന് വന്നതോ അതോ ആധിപത്യത്തിന് വന്നതോ? മുന്നണി പോരാളികളോടും പടക്കുറിപ്പിനോടും തയ്യാറാകാൻ പറയൂ. വാവർ എന്നാണ് ആ അക്രമിയുടെ പേര്. കുരുമുളക് വാണിജ്യം ലക്ഷ്യമാക്കി കൊള്ളയും കവർച്ചയും നടത്തുന്ന ആ സംഘത്തിലുള്ളവർ എല്ലാവരും കപ്പലോട്ടത്തിലും വാൾപ്പയറ്റിലും പ്രാവീണ്യമുള്ളവരാണ്. മാത്രവുമല്ല, ഈ വാവർ ജാലവിദ്യയിൽ കേമനുമാണെന്ന് കേൾക്കുന്നു. ഒന്നും കൂടി ചിന്തിക്കണമെന്നാണ് അടിയന്റെ അഭിപ്രായം. പ്രജാപരിപാലനമാണ് നമുക്ക് മുഖ്യം. സേനയെ തയ്യാറാക്കൂ. നാം തന്നെ അവരെ നേരിട്ട് കീഴ്പ്പെടുത്താം. പിതാശ്രീ, അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ നാം ഏകനായി വാവരെ അമർച്ച ചെയ്യാം. കുമാര, എന്താണ് ഈ പറയുന്നത്? കേവലം 13 വയസ്സ് പോലും തികയാത്ത ബാലൻ യോദ്ധാവായ വാവരെ എതിരിടുമെന്നോ? പിതാശ്രീ, താങ്കൾക്ക് അങ്ങയുടെ പുത്രന്റെ കഴിവിൽ വിശ്വാസമില്ല എന്നാണോ? ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും നമുക്ക് വശമാണ് എന്ന കാര്യം അങ്ങ് വിസ്മരിച്ചുവോ? മാത്രമല്ല, യോഗവിദ്യയും നമുക്ക് വശമാണ് എന്നറിഞ്ഞാലും. കുമാര, അങ്ങയുടെ കഴിവിൽ പന്തളദേശത്തെ പ്രജകൾക്കാർക്കും ഒരു സംശയവുമില്ല. ഗജാരൂഢനായ മണികണ്ഠൻ ഇന്ദ്രതുല്യൻ തന്നെ.
മണികണ്ഠൻ ശാസ്ത്രവീര്യം തികഞ്ഞവൻ തന്നെ. വില്ലാളി വീരൻ തന്നെയാണ് നമ്മുടെ മണികണ്ഠകുമാരൻ. എങ്കിലും കുമാരൻ തനിയെ മണികണ്ഠന്റെ ആഗ്രഹത്തിന് അനുവാദം നൽകൂ മഹാരാജൻ. പിതാശ്രീ, അവിടുത്തെ അനുവാദവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ നാം തനിയെ ഗജാരൂഢനായി വാവരെ കീഴ്പ്പെടുത്താം. എന്ത്, ഏകനായോ? മുട്ടാളനായ വാവരുടെ സമീപത്തേക്ക് മണികണ്ഠകുമാരനെ നാം തനിയെ അയക്കുകയില്ല. പടക്കുറപ്പിനോട് സൈന്യത്തോടൊപ്പം വാവരെ എതിരിടാൻ നാം കുമാരന് അനുവാദം നൽകുന്നു. മാതാശ്രീ, അവിടുത്തെ ദുഃഖങ്ങൾക്കുള്ള പരിഹാരം ഉടനുണ്ടാകുമെന്നറിഞ്ഞാലും ശുഭവാർത്തയുമായി നാം വേഗം മടങ്ങിയെത്തുന്നതാണ്. നമ്മെ അനുഗ്രഹിച്ചാലും മഹാരാജൻ. വിജയ് ഭവ. ഹേ യോദ്ധാവേ, താങ്കൾ വാണിജ്യത്തിനാണ് വന്നതെങ്കിൽ പന്തള രാജന് കപ്പം നൽകി സമാധാനപരമായി കച്ചവടം നടത്തിക്കൊള്ളുക. അതല്ല നമ്മുടെ പ്രജകൾക്ക് ഉപദ്രവം ചെയ്യാനാണ് ഭാവമെങ്കിൽ ഉടൻ തന്നെ ഈ ദേശം വിട്ട് മടങ്ങിപ്പോവുക. ആനപ്പുറത്തേറെ വന്ന് വമ്പ് പറയുന്നുവോ? വാവർക്ക് നൽകിയ ശീലമില്ല, വാങ്ങിയാണ് ശീലം. പന്തളരാജൻ എനിക്കാണ് കപ്പം തരേണ്ടത്. വാവരുടെ പരാക്രമത്തെ കുറിച്ചുള്ള ബാലന്റെ അറിവില്ലായ്മ തൽക്കാലം നാം ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമിച്ചുവെന്നോ? ദയയും സാഹോദര്യവും എന്തെന്നറിയാത്ത നീ നമ്മോട് ക്ഷമിച്ചുവെന്നോ? കൊള്ളാം, കഷ്ടം തന്നെ. 1000 ഇരട്ടിയായി പ്രജകൾക്ക് മടക്കി നൽകുവാനാണ് ഒരു രാജാവ് ചുങ്കം പിരിക്കുന്നത്. എന്നാൽ നീയോ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി അക്രമങ്ങൾ ചെയ്ത് ധനം കുന്നുകൂട്ടുന്നു. ഇത് ധർമ്മമല്ല. അധർമ്മികൾക്ക് ജീവിത വിജയം പ്രാപ്തമാവുകയില്ല. ഉടൻ തന്നെ നിന്റെ ആയുധം അടിയറവ വെക്കൂ. എന്ത്, വാവരോട് ആജ്ഞാപിക്കുന്നുവോ? ഹേ ബാലക, അക്ഷ്വാരൂഢനായ വാവരുടെ കുന്തം മുനയാൽ നിന്റെ ആനയുടെ മസ്തകം പിളരുന്നതിന് മുൻപ് വേഗം മടങ്ങിപ്പൊയ്ക്കൊള്ളുക. അതിനു ക്ഷണനേരം മുമ്പേ നിന്റെ അശ്വം നമ്മുടെ വരയൻ പുലികൾക്ക് ഭക്ഷണമാകും. ആയുധധാരികളായ നമ്മുടെ സംഘബലം കണ്ടിട്ടും നിനക്ക് ഇത്ര അഹങ്കാരമോ? സംഘബലമോ? വാവരെ, ഇതെല്ലാം മായെന്ന് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? തിരിഞ്ഞു നോക്കൂ. എവിടെ നിന്റെ സൈന്യം? എവിടെ നിന്റെ പായ്വഞ്ചികൾ? എവിടെ നിന്റെ സംഘവും സന്നാഹങ്ങളും? സായുധനെന്നു കരുതുന്ന നീ നിരായുധനെന്നും, നിരായുധനെന്ന് നീ കരുതുന്ന ഞാൻ സായുധനെന്നും നിനക്ക് മനസ്സിലായില്ലേ? വിധിയുടെ ഗതിയെ ബ്രഹ്മാവിന് പോലും തിരുത്തിയെഴുതുവാൻ സാധിക്കുകയില്ല. അജ്ഞതയുടെ തടവറയിൽ നിന്നും ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് നിന്നെ നാം സ്വാഗതം ചെയ്യുന്നു. എന്ത്, മഹേന്ദ്ര ജാലം കാട്ടി നമ്മെ നിഷ്പ്രഭനാക്കാമെന്ന് കരുതിയോ? മൂട, നീ ഇപ്പോൾ തന്നെ എന്റെ വാളിന്റെ മൂർച്ചയറിയും. ഹേ വാവർ, നിർത്തൂ നിന്റെ ഈ ജൽപ്പനങ്ങൾ. ഇത് ജ്ഞാനത്തെ അറിയുവാനുള്ള നിന്റെ അവസാന സന്ദർഭം എന്നറിഞ്ഞുകൊള്ളുക. വാവരുടെ ബാഹുബലത്തെ കുറിച്ച് ധാരണയില്ലാത്ത ധിക്കാരി. മഹാഗുരുവേ, അടിയനോട് കരുണ കാണിക്കൂ. മുന്നിൽ വരുന്നവരെ വെല്ലുവിളിച്ചാണ് എന്റെ ശീലം. എതിരിടുന്നവരെ ശത്രുക്കളായി മാത്രമാണ് ഞാൻ കണ്ടിരുന്നത്. ഭക്തവത്സല, അടിയനോട് കരുണ കാണിക്കണേ. വാവരെ, നിന്റെ യഥാർത്ഥ ശത്രു നീ തന്നെ. നിന്റെ യഥാർത്ഥ മിത്രവും നീ തന്നെ. കായബലവും ധനസമ്പത്തും അന്യരെ ദ്രോഹിക്കുവാനുള്ള ഉപാധികളല്ല എന്നറിഞ്ഞുകൊള്ളുക. അജ്ഞരെയും അവശരെയും ആർദ്ധരെയും സംരക്ഷിക്കുന്നവനാണ് യഥാർത്ഥ പോരാളി. എഴുന്നേൽക്കൂ മിത്രമേ. മഹാഗുരുവേ, പ്രണാമം. അജ്ഞതയിൽ മുഴുകി രക്തപങ്കിളിതമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന എനിക്ക് അങ്ങയുടെ ധർമ്മോപദേശത്താൽ ജ്ഞാനോദയം ലഭിച്ചിരിക്കുന്നു. ശിഷ്ടകാലവും അങ്ങേ സേവിച്ച് കഴിയുവാനുള്ള അനുവാദം നൽകിയാലും. മിത്രമേ, സഹജീവിയുടെ ജീവനും സ്വജീവനും ഒന്ന് എന്നറിഞ്ഞാൽ ബ്രഹ്മജ്ഞാനം നേടിയവനായി. തത്വമസി എന്ന ഉപനിഷത്ത് വചനം ഗ്രഹിച്ചാൽ പിന്നെ ഭക്തനും ഈശ്വരനും രണ്ടല്ല, ഒന്നു തന്നെ. സ്വാമി, എക്കാലവും അങ്ങേ ദർശിച്ചുകൊണ്ട് അങ്ങേ സേവിച്ചുകൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ കഴിയുവാനുള്ള അനുവാദം നൽകിയാലും. ഇന്നു മുതൽ താങ്കൾ എന്റെ പ്രിയ തോഴൻ തന്നെ. താമസം വിന നമ്മുടെ ജന്മോദ്ദേശ്യം പൂർണ്ണമാകും. അന്ന് 18 മലകൾക്കും അധിപനായി പുണ്യ പൂങ്കാവനത്തിൽ നിത്യതപസിൽ നാം ലീനനാകുമ്പോൾ നമുക്ക് സമീപം വാവർക്കും ഒരു സ്ഥാനമുണ്ടാകും. നമ്മെ പോലെ വാവരെയും ഗണിക്കണമെന്ന് പന്തള രാജനോട് നാം അരുളുന്നതാണ്. വാവരെ, ഏകം സദ്വിപ്ര ബഹുധാ വദന്തി എന്ന തത്വം മനസ്സിലാക്കിയ താങ്കൾ ഇനി വാവർ സ്വാമി എന്ന പേരിൽ അറിയപ്പെടും.
ബ്രഹ്മസത്യം ജഗന്മിഥ്യാ ജീവോ ബ്രഹ്മൈവ ന പരാ. അങ്ങനെ നമ്മളുടെ കുറേ ദിവസത്തെ കഷ്ടപ്പാടിന്റെ ഫലം കണ്ടു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പി? എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മുടെ ആചാര്യസഭയ്ക്ക് സന്തോഷമായെന്ന് ചോദിച്ചാലോ? സ്വാമിജി, ഈ കഥ ഇവിടെ ശ്രീഭൂതനാഥോപാഖ്യാനം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അതിൽ ബാവറെ പറ്റി പറയുന്നില്ല. അതിൽ വാപുരൻ എന്ന് പറഞ്ഞ ഒരു ശിവഭൂതത്തെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്. അങ്ങനെ ഒരു സന്ദർഭമുണ്ട്. ഇതിപ്പോൾ ഈ ഒരു കഥ ഈ അയ്യപ്പൻ പാട്ടുകളിൽ നിന്നാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ അത് പാട്ടുകളാണ്. അത് പന്തളത്ത് ശേവം, പുലിശേവം, ഈഴത്ര ശേവം, ഇങ്ങനെയുള്ള 7ഓളം പാട്ടുകളുണ്ട്, അയ്യപ്പൻ പാട്ടുകൾ. അതിലാണ് ഈ കഥ കിടക്കുന്നത്. അതിൽ ആലിക്കുട്ടി എന്ന് പറഞ്ഞൊരാൾക്ക് മക്കമ്പൂർ ദേശത്ത് ഹീരാക്യ തോട്ടത്തിൽ മക്കമ്പൂർ വാസിയായ ആലിക്കുട്ടിക്ക് പാത്തുമ്മയിലുണ്ടായ പുത്രനാണ് ബാവർ. ബാബറായിരുന്നു എന്നും പിന്നീടത് ബാവറായെന്നും പറയുന്നുണ്ട്. അങ്ങനെയും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഐതിഹ്യ കഥയാണ് ഇതെല്ലാം. നിങ്ങൾ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. അതിൽ അയ്യപ്പനായിട്ടും ബാബറായിട്ടും രണ്ടുപേരും ഒരുപോലെ ഊർജ്ജസ്വലത കാണിച്ചിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും നൽകുന്നു. നമസ്കാരം. നന്ദി സ്വാമിജി. വിധുപാല ചേച്ചി? നന്നായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിനയത്തിൽ 5 പേരുടെയും ഞാൻ ചേർത്തിയാ പറയുന്നത്, ഒരു എന്താ പറയുക, ഡയലോഗ് പറയുമ്പോൾ ഇങ്ങനെ ഒരു ആട്ടം ഉണ്ടായിരുന്നു. അതെന്താന്ന് എനിക്ക് മനസ്സിലായി. എസ്പെഷ്യലി അയ്യപ്പനും ബാവർക്കും അത് കുറച്ച് കൺട്രോൾ ചെയ്യാമായിരുന്നു. അതായത് അതെന്താ കാരണം എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേറെ മൂമെൻറ്റ്സ് ഇല്ല. ഡയലോഗ് പറയുന്ന സമയത്ത് നിങ്ങളൊരു സ്ഥലത്ത് നിന്നാണ് ഡയലോഗ് പറയുന്നത്. അപ്പോൾ ആ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മൂവ്മെന്റ് ഇങ്ങനെ വരും. ഇപ്പോൾ അതൊക്കെ വരതിയും കിടന്ന് ആടുന്നുണ്ട്, അത് വരും, സ്വാഭാവികമാണ്. അതിനാണ് നമ്മൾ പല മൂവ്മെന്റ്സും ചിലപ്പോൾ ഡ്രാമയിൽ ഡയറക്ടേഴ്സ് കൊടുക്കുന്നത്, സോ ദാറ്റ് ഈ മൂവ്മെന്റ്സ് വരാതിരിക്കാൻ. മറ്റത് ഇതിപ്പോൾ ഡയലോഗ് മാത്രമായിപ്പോയി, മറ്റുള്ള ഭാവങ്ങൾ വളരെയധികം ലിമിറ്റഡ് ആയിപ്പോയി. റിയാക്ഷൻസ് നിങ്ങളുടെ, അതായത് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഉള്ള റിയാക്ഷൻസ് താരതമ്യേന കുറവായിരുന്നു. ഇതൊക്കെ ഒരു ആക്ടിങ് എന്ന് പറയുമ്പോൾ വെറും ഡയലോഗ് ഡെലിവറി അസ്ലൈ ചെയ്തു, അതൊക്കെ വേറെ. പക്ഷെ അത് മാത്രമല്ല അഭിനയം എന്ന് പറയുമ്പോൾ എനർജി ലെവൽ വാസ് വെരി ഗുഡ്, സ്ക്രിപ്റ്റ് വാസ് ഓൾസോ വെരി ഗുഡ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു ഇതാണ്. പക്ഷേ ഈ ഒരു പോരായ്മ നല്ലോണം ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, നന്നായിരുന്നു, തിരക്കെടുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഹെബ്ബാർജി? 5 പേരെയും കോസ്റ്റ്യൂമിൽ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ അയ്യപ്പനായിട്ട് അഭിനയിച്ച മോള് ഡാൻസറാണോ? ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അത് നല്ല മൂമെന്റ്സിൽ അറിയുന്നുണ്ട്. പക്ഷെ അഗ്രസീവായിട്ടുള്ള നിൽക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമായി. പിന്നെ ചേച്ചി പറഞ്ഞത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. നിങ്ങൾ 5 പേരും ഈ ഡയലോഗ് പറയുമ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ഒരു ആട്ടമാണ്. പക്ഷേ നിങ്ങൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ ചേച്ചി പറയുന്ന ആ പോയിന്റ് എത്തിയപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ സ്റ്റില്ലായി. നാച്ചുറലി നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഫുൾ അതിലേക്ക് വന്നപ്പോൾ നിങ്ങളെല്ലാവരും അത്രയും നേരം ആടി നിന്ന് 5 പേരും സ്റ്റില്ലായി. ഇത് ഹെൽപ്പ് ചെയ്യാനുള്ള പോയിന്റാണ് കേട്ടോ, പോരായ്മകളല്ല പറയുന്നത്. നമ്മൾ ഓരോ സ്റ്റേജിലും ബെറ്ററായി പോകണമെന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുക. ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് നല്ലോണം ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇത്രയും നേരം ഡയലോഗ് മാത്രം പറഞ്ഞ് ഇങ്ങനെ നിശ്ചലമായി നിൽക്കുന്ന 5 പേരുണ്ടാകുമ്പോൾ നിങ്ങളുടെ ഫൈറ്റ് സമയത്ത് കുറച്ചും കൂടി മൂവ്മെൻറ്റ്, ഇത് പല ഡ്രാമയിലും പല പ്ലേസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കൊരു മൂവ്മെൻറ്റിനുള്ള ഒരു ടൈം കിട്ടുമ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക. ഒരു പ്രിപ്പറേഷൻ, ഒരു റൊട്ടേഷൻ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒന്ന് തുടങ്ങാനൊരു സമയം, പിന്നീട് പെട്ടെന്ന് വന്നാൽ നമുക്ക് മൊത്തത്തിലൊരു ഓളം കിട്ടിയേനെ. അപ്പോഴാണ് ഒരു സ്റ്റേജിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുക. എനിവേ യു ഡിഡ് യുവർ ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ, മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു. വിശ്വനാഥൻ സർ? അയ്യപ്പനും വാവരുമായുള്ളൊരു സഖ്യത ഒരു ചെറിയ നാടകീയ രംഗത്തിൽ ഈ കുട്ടികൾ അവരുടെ കഴിവനുസരിച്ച് മനോഹരമായി ആവിഷ്കരിച്ചു. അതിൽ സംഭാഷണങ്ങളൊന്നും വളരെ ദൈർഘ്യമാണെങ്കിൽ പോലും തെറ്റാതെ നല്ല ചുണയോടെ ചുറുചുറുക്കോടെ രംഗത്ത് അവതരിപ്പിക്കാൻ സാധിച്ചു. നാടകീയമായ പോരായ്മകൾ പലതുമുണ്ടെങ്കിൽ പോലും ഇനിയും നിങ്ങൾക്ക് വരുന്ന അവസരങ്ങളിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു നല്ല
നാടകമായി പരിണമിച്ച് ഇത് രംഗത്ത് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സർ. അലക്സാണ്ടർ സർ. കുട്ടികളുടെ നാടകാവതരണം വളരെ നന്നായിരുന്നു. അവരെടുത്ത തീം വളരെ ഭംഗിയായിട്ട് അവർ അഭിനയിച്ചു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പക്ഷേ ഈ വാവരെ സംബന്ധിച്ചുള്ള കഥ കുട്ടികളുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവണം. വാവർ ഒരു കടൽ കൊള്ളക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ കഥ തിരിച്ചത് 1680 മുഗിലൻ എന്ന് പറയുന്ന മുഗൾ സർദാറും തിരുവനന്തപുരം പിടിച്ചെടുത്തു. 8 വർഷം അദ്ദേഹം അവിടെ ഭരിച്ചു. 1688 തിരുവട്ടാർ നടന്ന യുദ്ധത്തിൽ കോട്ടയം രാജാവിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ട് അവരെ പരാജയപ്പെടുത്തുന്നു. അതിനുശേഷമാണ് ഈ മുസ്ലിങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന രീതിയിൽ ഈ വാവരെ പിടിച്ച് കടൽ കൊള്ളക്കാരനായിരുന്നു, അത് കപ്പലിൻ്റെ പാമരം അയ്യപ്പം പൊളിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കഥ ഉണ്ടാക്കിയത്. രണ്ടാമതൊരു കഥ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഈ പുലിപ്പാൽ കൊണ്ടുവരാൻ വേണ്ടി പുലിയെ മെരുക്കാൻ പഠിച്ചത് വാവരാണെന്ന് പറഞ്ഞ് ഒരു തിയറി കൊണ്ടുവന്നു. അപ്പോൾ ഈ അറബ് ദേശത്ത് പുലി ഇല്ലാത്ത ദേശത്തെ ബാബർക്ക് പുലിയെ പിടിക്കാനുള്ള മന്ത്രം എവിടെ നിന്ന് കിട്ടും? അത് തന്നെ ആ കഥയുടെ പൊളി മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ പുലി എങ്ങനെയാണ് വരുന്നത് ചോദിച്ചാൽ പാണ്ഡ്യന്മാരുടെ കൊടിയടയാളമായിരുന്നു പുലി. അപ്പോൾ ഈ പാണ്ഡ്യന്മാരുടെ സിവിൽ വാർ അനുസരിച്ച് പാണ്ഡ്യ സൈന്യം ഇവിടെ വന്നപ്പോൾ പാണ്ഡ്യ സൈന്യത്തെ പരാജയപ്പെടുത്തിയ ആ ഒരു കഥയാണ് പുലിയെ പിടിച്ചു എന്ന് പറയുന്ന സംഭവം. അത് പാണ്ഡ്യന്മാരുടെ യുദ്ധത്തിൻ്റെ സിംബോളിക്കായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആ കഥ. മൂന്നാമത് പറഞ്ഞ കഥ എന്ന് വെച്ചാൽ അയ്യപ്പൻ പോകുന്ന വഴിക്ക് വാവരെതിരെ വന്നു. അപ്പോൾ അയ്യപ്പൻ ആനപ്പുറത്ത് ഇരുന്നുകൊണ്ട് കുതിരയുടെ കാല് വെട്ടി. അപ്പോൾ കുതിരപ്പുറത്ത് നിന്നുകൊണ്ട് വാവർ അയ്യപ്പൻ്റെ ആനയുടെ കാല് വെട്ടിയെന്നാണ്. കുതിരപ്പുറത്തിരിക്കുന്ന ആൾ വാള് വെച്ച് വെട്ടിയാൽ താഴെ പോകുന്ന കുതിരയുടെ കാല് വെട്ടാൻ പറ്റുമോ? കുതിരപ്പുറത്തിരിക്കുന്ന ആൾ വാട് വെച്ചിട്ട് ആനയെ വാള് വെച്ച് വെട്ടി ആനയുടെ തൊലി പോകുന്നുള്ളതിൽ ആനയുടെ കാല് വെട്ടാൻ ഏതെങ്കിലും വാളിന് പറ്റുമോ? അപ്പോൾ ഈ കഥ ഒരു പൊട്ടക്കഥയാണെന്നുള്ളത് കേൾക്കുമ്പോഴേ മനസ്സിലാണ്. അപ്പോൾ ഈ അവരെ പറ്റിയുള്ള 3 കഥയും അസത്യങ്ങളാണ്, സിംബോളിക്കായിട്ടുണ്ടാക്കിയ കഥകളാണ്. ആരായിരുന്നു റിയൽ അയ്യപ്പൻ? റിയൽ വാവർ. റിയൽ വാവർ എന്ന് പറയുന്നൊരു ചഗാതായി തുർക്കിയാണ്. അപ്പോൾ ഈ മുഗൾ സാമ്രാജ്യം പണിഞ്ഞ ബാബറും ചഗാതായി തുർക്കിയായിരുന്നു. അപ്പോൾ അലൗദ്ദീൻ ഖിൽജിയുടെ കാലത്ത് നല്ല കുതിര വേണം. അതിന് ആ കുതിരയെ കൊണ്ടുവരാൻ വേണ്ടി തുർക്കി വംശത്തിൽ നിന്നുള്ള ആളുകളെ സഹായത്തിന് വിളിച്ചു. അങ്ങനെ അവർ അറബി കുതിരകളെ കൊണ്ടുവന്ന് അലൗദ്ദീൻ ഖിൽജി കൊടുത്തു. അലൗദ്ദീൻ ഖിൽജിക്ക് ആ കുതിരയെ കിട്ടിയോണ്ടാണ് അലൗദ്ദീൻ ഖിൽജിക്ക് ചിറ്റോർ പിടിച്ചടക്കാനും ഒക്കെ പറ്റിയ സംഭവം ഉണ്ടായത്. അത് കഴിഞ്ഞ് ഈ തുഗ്ലക്ക് രാജവംശം വന്നു. തുഗ്ലക്ക് രാജവംശം വന്ന സമയത്താണ് ഈ തുഗ്ലക്ക് സൈന്യം ഇതേ തുർക്കികളുടെ കയ്യിൽ നിന്ന് കുതിര വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കുതിര കച്ചവടത്തിനായി തെക്കോട്ട് വന്ന ആളുകൾ തുഗ്ലക്ക് സൈന്യത്തിൻ്റെ ഭാഗമായിരുന്നു. അവനെ വിളിച്ച പേരാണ് തുഗ്ലക്കൻ. തുഗ്ലക്കനാണ് മലയാളത്തിൽ തുൽക്കൻ എന്ന് മുസ്ലിമിന് വിളിക്കുന്ന വാക്കുണ്ടായത് അങ്ങനെയാണ്. രണ്ടാമത് ഈ തുഗ്ലക്കാരുടെ കാലത്ത് ഭരിക്കാനായിട്ട് കൂട്ടുനിന്നല്ല ഒരു ഗ്രൂപ്പ് മേത്താസ് എന്ന് പറയുന്ന ആളാണ്. പണ്ട് കേന്ദ്രമന്ത്രി അശോക് മേത്ത എന്നൊക്കെ പറയുന്ന ഫാമിലി ഉണ്ടല്ലോ, അവരുടെ ഒരു ബ്രാഞ്ച് ഇസ്ലാം മതം സ്വീകരിച്ചു. ആ ഇസ്ലാം മതം സ്വീകരിച്ച മേത്താസ് തെക്കോട്ട് വന്ന സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നു. അങ്ങനെ വന്ന മുസ്ലിങ്ങളെയാണ് നമ്മൾ മേത്തന്മാർ എന്ന് വിളിക്കുന്നത്. മേത്താസ് ആയ മുസ്ലിംസാണ് മേത്തന്മാർ എന്ന് വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ അയ്യപ്പൻ ചഗാതായി തുർക്കികളുടെ ഒരു ഭാഗമായ റാവുത്തർ എന്ന് പറയുന്ന സെറ്റിൽപ്പെട്ടതാണ്. കുതിരയെ കച്ചവടത്തിന് കൊണ്ടുവന്ന് മധുരയിൽ വിറ്റു. അത് കഴിഞ്ഞ് മധുരയിൽ നിന്ന് പാണ്ഡ്യരാജാക്കന്മാർ കേരളത്തിൽ വന്ന് പൂഞ്ഞാർ രാജവംശവും പന്തള രാജവംശവും സ്ഥാപിച്ചപ്പോൾ അവിടെ കുതിരയെ സപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ഒരു 400 വർഷത്തിന് മുമ്പ് കേരളത്തിലെ തിരുവിതാംകൂർ പട്ടാളത്തിനും കൊച്ചി പട്ടാളത്തിനും വലിയൊരു കുതിരപ്പടയൊന്നുമില്ല. ഇവർ വന്ന ശേഷമാണ് ഈ കുതിരപ്പട ഉണ്ടായത്. അപ്പോൾ ഈ കുതിരപ്പട കൊണ്ടുവന്ന ഈ ആളുകളെ റാവു റാവു ആയതുകൊണ്ട് അവരെ മുസ്ലിങ്ങളായപ്പോൾ അവരെ വിളിച്ച പേരാണ് റാവുത്തർ. ഈ റാവുത്തർ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ പറയുന്ന ബാബർ അല്ലെങ്കിൽ ബാബർ, BABUR. ഈ ബാബർക്ക് കുതിര കൊണ്ടുവരുന്ന പോലെ ആയതുകൊണ്ട് എരുമേലിയിൽ കോട്ട കെട്ടാനായിട്ട് പന്തള രാജവംശം അവരെ അനുവദിച്ചു. അങ്ങനെ പന്തള രാജവംശം അനുവദിച്ച എരുമേലി കോട്ടയിൽ ഈ ബാബറും കുതിരപ്പട്ടാളും നിന്നപ്പോഴേ ഈ ഉദയനെ ആക്രമിക്കണമെങ്കിൽ ഈ ഇഞ്ചിപ്പാറ കോട്ട മേപ്പോട്ട് കയറണത് 800 കിലോ അടി മേപ്പോട്ടാണ്. അപ്പോൾ അവരവിടെ നിന്ന് കീപ്പോട്ടാണ് വരുന്നത്. ഈ കാലാള സൈന്യം മേപ്പോട്ട് ഇവരെ തോൽപ്പിക്കാൻ പറ്റിയല്ല. അപ്പോൾ ബാബർ കൊണ്ടുവന്ന് കുതിരപ്പട കൈ കിട്ടിയപ്പം ഈ കുതിരപ്പുറത്ത് മേപ്പോട്ട് കയറാൻ പറ്റി. അയ്യപ്പൻ കുതിരസവാരി പഠിച്ചിട്ട് മേപ്പോട്ട് കയറാൻ പറ്റി. ചരിത്രത്തിൽ അയ്യപ്പൻ, പുരാണത്തിൽ അയ്യപ്പനല്ല, പന്തള രാജകൊട്ടായ സേനാനായകനായ അയ്യപ്പൻ. അപ്പോൾ ബാബറുടെ കുതിരപ്പട്ടാളത്തിന് കൈ കിട്ടിയപ്പം ഇവർക്ക് മേളിൽ കയറി ഉദയനെ പരാജയപ്പെടുത്താൻ പറ്റി. അപ്പോൾ ഉദയനെ പരാജയപ്പെടുത്തി കഴിഞ്ഞ് ഇവർ വലിയ സുഹൃത്തുക്കളായി എരുമേലിയിൽ കോട്ട കെട്ടി. അവിടെ മുസ്ലിം സൈന്യം ഉണ്ടായിരുന്നു. ആ മുസ്ലിം സൈന്യമാണ് പിന്നെ കാഞ്ഞിരപ്പള്ളിക്കും പത്തനംതിട്ടയും പന്തളത്തിനടുത്ത് കടക്കാടും മുസ്ലിംസായിട്ട് വന്നത്. ഈ റാവുത്തൂർ സെറ്റിൽ നിന്നാണ് സുപ്രീം കോടതി ജഡ്ജിയായ ഫാത്തിമ ബീവി ഉണ്ടായത്. ഈ ബാബറുടെ സന്ധി പരമ്പരപ്പെട്ട റാവുത്തറാണ് ഫാത്തിമ ബീവി.
ഈ റാവുത്തറുടെ അനന്തര സെറ്റിൽപ്പെട്ട ആളാണ്. നായന്മാരും ഇവർക്ക് ബ്രാഹ്മണർക്ക് മാത്രം കൊടുത്ത അമിനാദാർ സ്ഥാനം മുസ്ലിമിന് ഒരാൾക്ക് കൊടുത്തു. ക്രിസ്ത്യാനിക്ക് ആകെ ഒരാളെ കിട്ടിയുള്ള എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് അങ്കിളാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ അമിനാദാർ. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു അമിനാദാർ വേണമെന്ന് പറഞ്ഞു. ആ അമിനാദാരെ കോന്നിയിലെ ഗാഫർ അലി ഖാനാണ് അമിനാദാർ സ്ഥാനം കൊടുത്തത്. 1832 സ്വാതിനാൾ കൊടുത്താണ്. ഈ ഗാഫർ അലി ഖാൻ വാവറുടെ സന്ധ്യപരമ്പരപ്പെട്ട ആളാണ്, ഈ റാവുത്തർ സെൻറ്റിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കലി കുതിര പട്ടാളത്തെയും കുതിര സവാരിയെയും കേരളത്തിലേക്ക് കൊണ്ടുവന്ന ചഗാതായ് തുർക്കി വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യയിൽ റാവുത്തർമാരായ ആ സെറ്റിൽപ്പെട്ട ആളാണ് വാവർ. ഹിസ്റ്റോറിക്കലി പഠിക്കുന്ന കുട്ടികൾ ഈ ഐതിഹ്യങ്ങൾ കേട്ട് കെട്ടുകഥ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചരിത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളേ ഉള്ളൂ. അപ്പം അങ്ങനെ കേരളത്തിലേക്ക് കുതിരസവാരി കവൽറി കൊണ്ടുവന്ന് കോട്ട കെട്ടി മല കുതിരപ്പട്ടാളത്തിൽ പോയി ആക്രമിക്കാൻ അദ്ദേഹനെ പരാജയപ്പെടുത്തിയാൻ സഹായിച്ച ആളാണ് വാവറും അയ്യപ്പനും തമ്മിൽ ഒരു യുദ്ധവും നടന്നിട്ടില്ല. അവർ തമ്മിൽ ആദ്യം വന്ന കാലം തൊട്ടേ ഈ പോസിബിലിറ്റി അയ്യപ്പൻ മനസ്സിലാക്കുകയും കേരളത്തിലെ സൈന്യങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു. ദേവർ ഫ്രണ്ട്സ് ഫ്രം ദ ബിഗിനിങ്, ദർ വാസ് നോ ക്വാറൽ. അപ്പോൾ ഈ സഖ്യം ഹിന്ദു മുസ്ലിം ഐക്യം കൊണ്ടുവന്നു അയ്യപ്പൻ്റെ ആരാധനയിൽ. അത് കൂടാതെ വെളുത്തച്ഛനെ അതിനകത്ത് കണക്ട് ചെയ്ത് അർത്തുങ്കലിലെ വെളുത്തച്ഛൻ വാസ് എൻ യൂറോപ്യൻ പേഴ്സൺ ഹു സ്റ്റേഡ് ഇൻ അർത്തുങ്കൽ പള്ളിയിലാണ്, സെബസ്റ്റാനിയോസ് പള്ളിയിലായിരുന്നു ഈ വെളുത്തച്ഛൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വെളുത്തച്ഛൻ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ എക്സ്റ്റേണൽ എക്സ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ധനാഗമം കൊണ്ടുവന്നു ഈ സ്ഥലത്തോട്ട്. അപ്പോൾ അവിടെയും ചരിത്രത്തിൽ അയ്യപ്പനുമായിട്ട് കണക്റ്റായി. അപ്പോൾ ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം കൊണ്ടുവരാൻ അയ്യപ്പൻ്റെ ആരാധന സഹായിച്ച ഒരു ഘടകമാണ് ഈ ബാബർ എന്ന് പറയുന്നത്, ചഗാതായി തർക്കിയായ റാവുത്തരായ ബാബർ. താങ്ക് യു സർ. അങ്ങനെ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടല്ലേ അല്ലേ? ഇനി നമുക്ക് മാർക്കുകളും കൂടെ ചോദിച്ചാലോ? ചോദിക്കാം. സ്വാമിജി, ഔട്ട് ഓഫ് 10? 8 ഔട്ട് ഓഫ് 10. അലക്സാണ്ടർ സർ, ഔട്ട് ഓഫ് 10? 10 ഔട്ട് ഓഫ് 10. 10 ഔട്ട് ഓഫ് 10. വിശ്വനാഥൻ സർ? 9 ഔട്ട് ഓഫ് 10. 9 ഔട്ട് ഓഫ് 10. വിധുവാല ചേച്ചി, ഔട്ട് ഓഫ് 20? 17. 17 ഔട്ട് ഓഫ് 20. ഹെബാർജി, ഔട്ട് ഓഫ് 20? 16 ഔട്ട് ഓഫ് 20. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 60 ഔട്ട് ഓഫ് 70. ഓക്കെ, എന്തായാലും നല്ല മാർക്കാണ് കിട്ടിയത്. ഇനിയുള്ള വേദികളിൽ ഇനിയുള്ള റൗണ്ടുകളിലൊക്കെ ഇതുപോലെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. ഇന്നത്തെ ആദ്യത്തെ റൗണ്ടിൽ പാണ്ഡവ കൗരവ കുമാരന്മാരുടെ ആയുധാഭ്യാസം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ക്വിസ് റൗണ്ട് നമ്മൾ ആദ്യം കണ്ടു. അതിനുശേഷം മകരവ്യൂഹത്തിൽ നമ്മൾ അയ്യപ്പനും വാവരും സുഹൃത്തുക്കളായ കഥയെ ആസ്പദമാക്കിയുള്ള ഒരു സ്കിറ്റ് കണ്ടു. മനോഹരമായ മറ്റൊരു എപ്പിസോഡ് കൂടെ ഇവിടെ പൂർണ്ണമാവുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി. ശുഭദിനം.